കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 12 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നോമ്പുകാലം ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാലമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് കീഴടക്കി നമ്മുടെ ആത്മാവിന് പരിപോഷണം നൽകി ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താനുള്ള ഒരു കാലയളവായിട്ട് ഈ കാലയളവിനെ നമ്മൾ കാണണം. ഇതിൻ്റെ ആദ്യ ഞായറാഴ്ച തന്നെ നോമ്പുകാലം മുഴുവൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റേണ്ട വലിയ ഒരു സന്ദേശമാണ് ദൈവം നമുക്ക് ഇന്നത്തെ വായനകളിലൂടെ നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു നോഹയോട് ദൈവം സ്ഥാപിച്ച ഒരു ഉടമ്പടിയെക്കുറിച്ച്. ഒരു വെള്ളപ്പൊക്കമുണ്ടായി വൻ നാശം സംഭവിച്ചു. ഇനി ഭൂവാസികൾ മുഴുവൻ നശിക്കുന്ന രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം ഇനി ഉണ്ടാകില്ല. ഇപ്പം നമുക്കറിയാം, അവിടെ ഇവിടെയൊക്കെ വെള്ളം പൊങ്ങി കുറേ നാശനഷ്ടങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതുപോലെയല്ല, ഇങ്ങനെ ഒരു നാശം ഇനി ഉണ്ടാകില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചില ഉടമ്പടി അത് നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യാശ ഉണ്ടാകും. ലേവ്യരുടെ പുസ്തകം 26:12 വായിച്ചാൽ അവിടെ ദൈവം ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ലേവ്യർ 26:12 പറയുന്നത് ഇതാണ്: ദൈവവുമായിട്ട് ദൈവജനത്തിനുള്ള ഉടമ്പടി. നിങ്ങൾ എനിക്ക് സ്വന്തം ജനമായിരിക്കും, പക്ഷെ അതിന് നിങ്ങൾ എന്നെ ഏക ദൈവമായിട്ട് കാണണം. പല ദൈവങ്ങളിൽ ഒരാളല്ല. ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാനും വിശുദ്ധ ബലിക്കൊക്കെ പോകും. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ജീവിക്കും. ഇനി മറ്റുള്ളവരുടെ പ്രേരണയ്ക്കനുസരിച്ച് വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അതെങ്ങാനും നമ്മുടെ പ്രശ്നം തീർക്കുമെങ്കിൽ ആ വഴിക്കും പോകാം. അതല്ല, അങ്ങനെയുള്ളവർക്കുള്ളതല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഏക ദൈവമാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും. അങ്ങനെ ദൈവം നമ്മളെ ഏറ്റെടുത്താൽ, ഓണപ്പ് ചെയ്താൽ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനൊരു കുറവും വരത്തില്ല. നമ്മൾ കാണുന്നുണ്ട് ലൂക്ക 21 ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ ഒരു വിധവ ഒക്കെ ആകെപ്പാടെ ഉണ്ടായിരുന്ന 2 ചെമ്പുതൊട്ട് അത് ഭണ്ഡാരത്തിലിട്ടു. പലരും പറഞ്ഞേക്കാം, അവൾ എന്ത് ശുദ്ധ മണ്ടത്തര കാണിച്ചു. ഒരത്യാവശ്യം വന്ന് ഇച്ചിരി വെള്ളം വാങ്ങിക്കാനോ ഒരു റൊട്ടി വാങ്ങിക്കാനോ ഇതുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ചെയ്തുകൂടെ? ഇങ്ങനത്തെ ഒരവസ്ഥയിൽ കൊണ്ട് ഈ ഭണ്ഡാരത്തിലിടേണ്ട കാര്യമുണ്ടോ? പക്ഷെ നമ്മൾ കാണുകയാണ്, യേശു അത് ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞത്, ഇവളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്, 2 ചെമ്പുതൊട്ട്. കാരണം കർത്താവ് കാണുന്നത് മനുഷ്യർ കാണുന്നത് പോലെയൊന്നുമല്ല. മനുഷ്യർ നമ്മൾ കൊടുത്ത തുകയായിരിക്കാം നോക്കുന്നത്, അതിൻ്റെ പേരിലായിരിക്കാം സംസാരിക്കുന്നത്. ദൈവം നോക്കുന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എത്രയുണ്ട്. ഈ വിധവയ്ക്ക് ബാക്കിയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾ ആശ്രയിച്ചത് സമ്പത്തിലല്ല, അവൾ ആശ്രയിച്ചത് ദൈവത്തിലാണ്. അതുകൊണ്ട് തന്നെ അവളെ പ്രശംസിച്ച യേശു തീർച്ചയായിട്ടും അവളെ ഏറ്റെടുത്തിട്ടുണ്ട്. ചില പാവപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ചില സിനിമാ നടന്മാരായിരിക്കാം, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ചില ആളുകൾ ആ കുടുംബത്തെ അങ്ങോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ആവശ്യമായത് അവർ കൊടുത്തിരിക്കും. പണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ ഏക ദൈവമായി കണ്ടാൽ ദൈവം നമ്മെ സ്വന്തം ജനമായി കാണും. പിന്നെ നമുക്ക് ഒന്നിനൊരു കുറവും വരില്ല. ഇതാണ് ദൈവം നമ്മളുമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇന്നത്തെ 2ാം വായനയിൽ പൗലോസ്ലീഹ നമ്മെ പത്രോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ
ശരീരത്തിൽ നമ്മൾ മരിക്കണം, എന്നിട്ട് ആത്മാവിൽ നമ്മൾ ജനിക്കണം. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിലെത്താൻ പറ്റും. ശരീരത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിന് മരിക്കുക. പാപത്തിന് മരിച്ച് ആത്മീയ ജീവിതം നമ്മൾ നയിക്കണം. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് ഹെബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശരിക്കും നമ്മൾ 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം, ഹെബ്രായർ 10:22, അവിടെ നമ്മൾ കാണുന്നത് 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ പോലും ബലി ഈ ഭൂമിയിൽ നന്നായി അർപ്പിക്കുന്നവർക്കാണ് സ്വർഗീയ വിരുന്നിൽ പങ്കുചേരാനുള്ള അവകാശം ലഭിക്കുന്നത്. ഹെബ്രായർ 10:22 പറയുകയാണ്, ഒന്നാമത്തെ കാര്യം സത്യഹൃദയത്തോടെ ബലി അർപ്പിക്കണം. രണ്ടാമത്തെ കാര്യം ശുദ്ധ മനസാക്ഷിയോടെ ബലി അർപ്പിക്കണം. ഇന്നത്തെ 2-ാം വായന പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ശരീരത്തെ ക്ലീൻ ചെയ്താൽ മാത്രം പോരാ, ശുദ്ധ മനസാക്ഷി, അതാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ നമ്മളെ ഉപകരിക്കുന്ന കാര്യം. 3-ാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിർമ്മലമായ ശരീരം. നമ്മുടെ ഈ ശരീരം മലിനമാകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതാണ് പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്കറിയാമല്ലോ, നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരൊക്കെ മാമോദീസ തൊട്ടിയെ സമീപിച്ചവരാണ്, അല്ലെങ്കിൽ ജ്ഞാനസ്നാന കർമ്മത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഭാഗം വരുമ്പോൾ നേരെ ജ്ഞാനസ്നാന തൊട്ടിയുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകും. ഈ ജ്ഞാനസ്നാന തൊട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊരു ഗർഭപാത്രമാണ്, അതോടൊപ്പം അതൊരു ശവകുടീരമായിട്ടും കാണണം. ശവകുടീരം നമുക്കറിയാം, മരണത്തെ സൂചിപ്പിക്കുന്നതാണ് ശവകുടീരം. എന്നാൽ ഗർഭപാത്രം ജനനത്തെ സൂചിപ്പിക്കുന്ന. അപ്പം അതുകൊണ്ട് ഒരു കാര്യം പറയപ്പെട്ടിരിക്കുന്നത്, പാപത്തിന് മരിച്ച് ആത്മാവിൽ പുനർജീവൻ പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ജ്ഞാനസ്നാനം നമ്മൾ സ്വീകരിക്കുന്നത്. ഇനി ഈ ഒരു കാര്യം നിറവേറിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും വരില്ല. കാരണം കർത്താവ് അവരെ ഏറ്റെടുത്തിരിക്കുന്നതായ അനുഭവം അവർക്കുണ്ടാവും. ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗം ഈ നോമ്പ് കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച തന്നെ യേശുവിനുണ്ടായ പ്രലോഭനത്തെ നമ്മൾ ധ്യാനിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്കും പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ചിലർക്ക് തോന്നിയേക്കാം കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രലോഭനത്തിനൊക്കെ ഒരു ശമനം വരുമെന്ന്. വരണമെന്നില്ല. ഒരു രീതിയിലുള്ള പ്രലോഭനം മാറിയാൽ വേറൊരു രീതിയിലുള്ള പ്രലോഭനം വരാം. അപ്പം അതുകൊണ്ട് മരണം വരെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണ് പ്രലോഭനം. ഈ പ്രലോഭനത്തെ അതിന് നമുക്ക് കീഴ്പ്പെടണമെങ്കിൽ കീഴ്പ്പെടാം, അതിനെ അതിജീവിക്കണമെങ്കിൽ അതിജീവിക്കാം. ഈ രണ്ടിനുമുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ തീരുമാനമാണ്. ഇതിന് കീഴ്പ്പെട്ടുന്നതാണ് എളുപ്പമെന്ന് തോന്നി കീഴ്പ്പെട്ടാൽ കീഴ്പ്പെടാൻ പറ്റും. ഇനി അതല്ല, ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടാണേലും എനിക്ക് ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ സാധിക്കണം, ഓവർകം ചെയ്യാൻ പറ്റണം. അതിന് ദൃഢനിശ്ചയമുള്ള വ്യക്തികൾക്ക് അത് ചെയ്യാൻ പറ്റും. പറയുന്നുണ്ട്, രക്ഷയും ശിക്ഷയും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ജീവനും മരണവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലിഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ യേശുവിനുണ്ടായ പ്രലോഭനം ഏറ്റവും ചുരുക്കി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ചുറ്റും വന്യമൃഗങ്ങൾ. അതുപോലെ തന്നെ പ്രലോഭനത്തെ അതിജീവിച്ച് കഴിഞ്ഞപ്പോൾ മാലാഖ വന്ന് അവനെ ശക്തിപ്പെടുത്തുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങളിലെല്ലാം 3 സുവിശേഷങ്ങളിലും നമ്മൾ ഈ കാര്യം കാണുന്നുണ്ട്. സുവിശേഷങ്ങളുടെ ആദ്യ ഭാഗം എന്ന് തന്നെ പറയാൻ പറ്റും. മർക്കോസിൽ 1-ാം അധ്യായം, ലൂക്കായും മത്തായും വായിച്ചു കഴിഞ്ഞാൽ 4-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, ശരിക്കും ഇതുമായി വലിയ ബന്ധമുള്ള ഒരു വചനഭാഗമാണ് 1 യോഹന്നാൻ 5-ാം അധ്യായം 15-16 വചനങ്ങൾ. അവിടെ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടാകില്ല. ദൈവത്തെ സ്നേഹിക്കാനോ ദൈവസ്നേഹം അനുഭവിക്കാനോ ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ 4:4 വായിച്ചാൽ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്.
ദൈവത്തെ സ്നേഹിക്കണം, ലോകത്തെ ദൈവം പറയുന്നത് പോലെ ഉപയോഗിക്കണം. അല്ലാതെ ലോകത്തെ കയറി സ്നേഹിക്കരുത്, ദൈവത്തെ ഉപയോഗിക്കാനും നോക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. യോഹന്നാൻ ശ്ലീഹ പറയാണ്, 3 കാര്യങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നതിൻ്റെ സൂചനയാണ്, ദൈവത്തെ സ്നേഹിക്കാത്തതിൻ്റെ സൂചന. 1 കണ്ണുകളുടെ ദുരാശ, 2 ജഡത്തിൻ്റെ ദുരാശ, 3 ജീവിതത്തിൻ്റെ അഹന്ത. ഈ 3 കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ 3 ഗണം പ്രലോഭനങ്ങളാണ്. നമ്മൾ ഈ ലൂക്ക 4-ലും മത്തായി 4-ലും കാണുന്നത് ഇത് തന്നെയാണ്, 3 ഗണം പ്രലോഭനങ്ങൾ. കണ്ണുകളുടെ ദുരാശ, അതിന് ഇംഗ്ലീഷിൽ പറയും മെറ്റീരിയലിസം. ഇത് പിടിപെട്ട വ്യക്തികളുടെ പ്രശ്നം ജീവിക്കാൻ ആവശ്യത്തിനുണ്ടെങ്കിലും പോരാ. മെറ്റീരിയലിസം തലയ്ക്ക് പിടിച്ചിരിക്കുന്നവർ എന്തുമാത്രം വെട്ടിപ്പിടിച്ചാലും പോരാ പോരാ, ഇനിയും കൂടുതൽ വേണം എന്നുള്ള ചിന്ത. അങ്ങനെ ധനമോഹം തലയ്ക്ക് പിടിച്ചവർ നിരവധി പ്രശ്നങ്ങളിൽ പോയി വീഴും. അതാണ് 1 തീമോത്തി 6-ാം അധ്യായം 10-ാമത്തെ വചനം വായിച്ചാൽ നമ്മൾ കാണുക, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. എന്നാൽ അതിന് മുമ്പ് 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിച്ചവർക്ക് പ്രാർത്ഥന എളുപ്പമാകും, വിശ്വാസം എളുപ്പമാകും, അങ്ങനെ ധന്യമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ അവർക്ക് പറ്റും. 2-ാമത്തെ കാര്യമാണ് ജഡത്തിൻ്റെ ദുരാശ. ഇംഗ്ലീഷിൽ അതിന് പറയും ഹെഡോണിസം. ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം, അവരുടെ ശ്രദ്ധ മുഴുവൻ എനിക്ക് സുഖം വേണം, സുഖേച്ഛ, അതിൽ ജീവിക്കുന്ന. ഞാൻ നോക്കുമ്പോഴും ഞാൻ വായിക്കുമ്പോഴും ഞാൻ ആരുമായിട്ട് ഇടപെടുമ്പോഴും എനിക്ക് സുഖം കിട്ടണം. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ സുഖത്തേക്കാൾ വളരെ വളരെ വിലപ്പെട്ടതാണ് ആത്മാവിൽ ആനന്ദിക്കാൻ പറ്റുന്നത്. ഈ ആനന്ദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ പറയും, ജഡസുഖം എത്ര നിസ്സാരം. നിരവധി സ്ത്രീകളുമായിട്ട് ലൈംഗിക സുഖം ആസ്വദിച്ച വ്യക്തിയാണ് വിശുദ്ധ അഗസ്തീനോസ്. പക്ഷെ നമ്മൾ കാണുകയാണ്, അദ്ദേഹം ആത്മീയാനന്ദം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഇതിനു മുമ്പ് എത്രയോ വർഷങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു. കാരണം ഇപ്പം എനിക്കറിയാം എൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവത്തിൽ വിലയം കൊള്ളാതെ ഒരിക്കലും എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകില്ല. ഈ തിരിച്ചറിവുണ്ടായതിനു ശേഷവും സ്ത്രീകളുണ്ടായിരുന്നു അവന് ചുറ്റും. പലരും അവനെ ക്ഷണിക്കുക പോലും ചെയ്തു. പക്ഷെ അവൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, കാരണം ഞാനൊരു പുതിയ അഗസ്റ്റിനാണ്. ഞാൻ ആത്മാവിലുള്ള ആനന്ദം അനുഭവിച്ചു. അറിവുണ്ട്, ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ച ജഡസുഖം എത്ര നിസാരം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ പൂർണ്ണമായത് നമ്മിൽ ഉദിക്കണം. 3-ാമത്തെ കാര്യം ഇതിനേക്കാളൊക്കെ അപകടകാരിയാണ്. അതാണ് ജീവിതത്തിൻ്റെ അഹന്ത. ഇംഗ്ലീഷിൽ പറയും ഈഗോയിസം. ഞാനെന്ന ഭാവം, ഇതെല്ലാം ഈഗോയിസത്തിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവരെ അവരുടെ സാന്നിധ്യമോ ഒന്നും പരിഗണിക്കാതെ കണ്ട് ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എൻ്റെ കാര്യമാണ് നടക്കേണ്ടത്, മറ്റുള്ളവരെ അത് എനിക്കൊരു പ്രശ്നമല്ല, അവർക്ക് എന്ത് സംഭവിച്ചാലും. ഈഗോയിസമാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ദൈവത്തെ അറിഞ്ഞവരാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ 3 കാര്യങ്ങളാണ് 3 ഗണം പ്രലോഭനങ്ങളായിട്ട് നമ്മൾ കാണേണ്ടത്. മത്തായി 4-ാം അധ്യായം, ലൂക്ക 4-ാം അധ്യായം, ഈ 2 അധ്യായങ്ങളിലും യേശുവിൻ്റെ പ്രലോഭനങ്ങൾ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ 1-ാമത്തെ ഗണം ഇതുമായി ചേർന്ന് പോകുന്നതാണ്. 1-ാമത്തെ ഗണം ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നോക്കുന്നത്, ഹെഡോണിസം. ശരീരസുഖം, ശരീരത്തിനൊരു വേദനയും ഒരു നൊമ്പരം ഉണ്ടാകരുത്. അങ്ങനെ ശരീരത്തിൻ്റെ പ്രവണതകളെ കീഴടക്കാതെ ശരീരത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ. 2-ാമത്തെ ഗണമാണ് ലൗകിക സമ്പത്തിന് വേണ്ടിയുള്ള നമ്മുടെ പരക്കം പാച്ച്. അത് നമുക്ക് കാണാൻ സാധിക്കും. ലൗകിക സമ്പത്ത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 5-6 വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്നുണ്ട്. ഒരു മലമുകളിൽ കൊണ്ട് യേശുവിനെ നിർത്തിയിട്ട് പറഞ്ഞു, ഇതെല്ലാം നിൻ്റെ സ്വന്തമാകും, ഇതെല്ലാം എൻ്റെതാണ്, നിൻ്റെ സ്വന്തമാകും, നീ എന്നെ ഒന്ന് താണു വീണ് ആരാധിച്ചാൽ മതി.
ഇന്ന് ലൗകിക സമ്പത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന വ്യക്തികൾ, പാപകരമായ കാര്യങ്ങൾ, വേണമെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം, അതിന് പോലും സന്നദ്ധരാകുന്നവരെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തെ സമ്പത്തായിട്ട് കാണുന്നതിൽ പരാജയം സംഭവിച്ചവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നാം തിരിച്ചറിയണം. മൂന്നാമതൊരു ഗണം നമ്മൾ കാണുന്നുണ്ട്. അതാണ് യേശുവിനെ ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് താഴേക്ക് ചാടാൻ പറഞ്ഞു. അമാന്തിച്ച് നിന്നപ്പോഴത്തേക്കും സാത്താൻ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, നീ എന്തിനു പേടിക്കണം? നിന്റെ കാല് കല്ലേലൊന്ന് തട്ടാൻ പോലും പിതാവായ ദൈവം അനുവദിക്കത്തില്ല. മാലാഖമാരെ നിനക്കായിട്ട് കാവലേർപ്പെടുത്തും. നീ ചാടി നന്നായിട്ട് അവിടെ ഒരു ലാൻഡിങ് നടത്തി കഴിഞ്ഞാൽ ഈ കണ്ട ആൾക്കാരെല്ലാം നിന്നെ പ്രശംസിക്കും. ശരിക്കും ഇവിടെ ഉണ്ടായൊരു പ്രലോഭനം എന്ന് പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രലോഭനം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒരുപക്ഷെ അടുക്കളയിൽ പണിയുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു കുടുംബനാഥിയായിരിക്കാം, അവർക്കും ഉണ്ടാകാം ചിലപ്പോൾ ഇതുപോലത്തെ ആഗ്രഹങ്ങൾ, സ്ഥാനമാനങ്ങൾ. എനിക്ക് കുറച്ചുകൂടി ഉയർന്ന സ്ഥാനം കിട്ടണം, മാനം കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് ഗണങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകല പ്രലോഭനങ്ങളെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും. ഇതിലേതെങ്കിലും ഒരു ഗണത്തിൽ ചേർത്ത് വെക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാകുന്ന, നമ്മൾ നേരിടുന്ന നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടവർക്ക് അതിജീവിക്കാം. ഒരു ഡോക്ടർ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈ കുട്ടികളുടെ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. ഒരു ഡോക്ടർ അതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിച്ചൊരു കാര്യമാണ് സീഷർ. ഈ ഇങ്ങനെ എപ്പിലെപ്സി പോലത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സംഭവിക്കുന്നൊരു കാര്യം, ബ്രെയിന് ചെറിയൊരു ഡാമേജ് വരാം. അപ്പം അതുകൊണ്ട് കൂടെ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യവും പ്രലോഭനത്തിന് അകപ്പെടുമ്പോഴും ആത്മീയ തലത്തിൽ ഒരു ചെറിയ ഡാമേജ് വരാതിരിക്കില്ല. അത് വരാതിരിക്കാൻ നമ്മൾ ഇനി പാപം ചെയ്താൽ ഇനിയും ഒരു കുമ്പസാരം നടത്താൻ പറ്റും, അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് ലാഘവ ബുദ്ധിയോടുകൂടി പാപത്തിൽ വീഴുന്നവരുടെ ആത്മീയതയ്ക്ക് ക്ഷതമേൽക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ഓരോ പ്രാവശ്യം പ്രലോഭനത്തെ അതിജീവിക്കുമ്പോഴും അതനുസരിച്ച് ആത്മീയ തലത്തിൽ നമുക്ക് കരുത്ത് പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ ഏത് പ്രലോഭനത്തെയും നിഷ്പ്രയാസം നേരിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത്. അതിനു വേണ്ടത് ഈ ആത്മീയ കരുത്താണ്. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ, പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഇതിന് നമ്മുടെ ചങ്കൂറ്റമല്ല, നമ്മുടെ കഴിവല്ല പ്രധാനപ്പെട്ടത്, ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ഈ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ശക്തരാക്കും. ആ ശക്തി കൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്കും സാധിക്കും. ഈ ഒരു അഭിഷേകം കിട്ടാൻ ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.